NSS വോട്ടുകൾ ഹൈജാക്ക് ചെയ്യാൻ രാജീവ് ചന്ദ്രശേഖർ. രാജീവ് ചന്ദ്രശേഖർ BJP അധ്യക്ഷനായ ശേഷം NSS നേതൃത്വത്തോട് നല്ല അടുപ്പമാണ് പുലർത്തുന്നത്. NSSൻ്റെ എല്ലാമായ സുകുമാരൻ നായരും രാജീവ് ചന്ദ്രശേഖറും നല്ല ബന്ധത്തിലാണ്. NSS ജനറൽ സെക്രട്ടറിയുമായുള്ള ബന്ധം നന്നായി കാത്തുസൂക്ഷിക്കാൻ രാജീവ് ചന്ദ്രശേഖർ ശ്രമിക്കുന്നുണ്ട്. ശോഭാ സുരേന്ദ്രനെയും വി മുരളീധരനെയും K സുരേന്ദ്രനെയും ഒക്കെ നിർത്തുന്നതിലൂടെ ഈഴവ വോട്ടുകൾ ഹൈജാക്ക് ചെയ്യാമെന്ന് രാജീവ് ചന്ദ്രശേഖർ കരുതുന്നു. അതുപോലെ തന്നെ NSS വോട്ടുകളും ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമമാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ നടത്തുന്നത്. NSS വോട്ടുകൾ പൊതുവെ UDFനാണ് കാലാകാലങ്ങളായി പോവുക. BJPയിൽ NSSൽ നിന്ന് മികച്ച നേതാക്കൾ ഉണ്ടെങ്കിലും അവരാരും അവർക്കാർക്കും NSSനെ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടില്ല. നാരായണ പണിക്കർ NSS പ്രസിഡൻ്റായിരുന്നപ്പോൾ വളരെ ചിട്ടയോടുകൂടിയുള്ള ഒരു പ്രവർത്തനമാണ് NSS നടത്തിയിരുന്നത്. നാരായണ പണിക്കരുടെ കാലശേഷം നമ്മുടെ സുകുമാരൻ നായർ വന്നപ്പോൾ NSS ജനറൽ സെക്രട്ടറി ആയപ്പോൾ പിന്നീട് അങ്ങോട്ട് കാണുന്നതെല്ലാം സുകുമാരൻ നായരുടെ ലീലാവിലാസങ്ങൾ. സുകുമാരൻ നായർ വെട്ടൊന്ന് മുറി രണ്ട് സ്വഭാവക്കാരനാണ്, വെട്ടൊന്ന് തുണ്ടൻ രണ്ട് സ്വഭാവക്കാരനാണ്. അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ സുകുമാരൻ നായർക്ക് ഉണ്ട്. എന്തായാലും സുകുമാരൻ നായരെ ചാക്കിൽ കയറ്റി ചാക്കിട്ട് പിടിച്ച് NSS വോട്ടുകൾ പരമാവധി തങ്ങളിലേക്ക് കൊണ്ടുവരാനാണ്, BJPയിലേക്ക് കൊണ്ടുവരാനാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ശ്രമിക്കുന്നത്. അത് എത്രത്തോളം വിജയിക്കുമെന്നറിയില്ല. കാരണം പണ്ട് NSS എന്നാൽ കോൺഗ്രസിൻ്റെ ശക്തിദുർഗമായിരുന്നു. NSS കോൺഗ്രസിലേക്ക് വലിയൊരു ചായ്വ് തന്നെ നടത്തിയിരുന്നു. NSSൻ്റെ രാഷ്ട്രീയ പാർട്ടിയായ NDP കോൺഗ്രസിൻ്റെ ഘടകകക്ഷിയായിരുന്നു ഒരു കാലത്ത്. ആ പാർട്ടിയൊക്കെ പോയി. ഇപ്പോൾ NSS വോട്ടുകൾ കൂടുതൽ ഹൈജാക്ക് ചെയ്യുന്നത് BJPയും CPMുമാണ്. NSSൽ നിന്ന് അല്ലെങ്കിൽ നായർ സമുദായത്തിൽ നിന്ന് നിരവധി കേഡർമാർ CPMൽ വളർന്നു വന്നിട്ടുണ്ട്. ഈഴവ സമുദായത്തിൽ നിന്നും നായർ സമുദായത്തിൽ നിന്നും നിരവധി കേഡർമാർ വളർന്നു വന്നിട്ടുണ്ട്. ഒരു കാലത്ത് നായർ സമുദായത്തിൻ്റെ വോട്ടുകൾ കോൺഗ്രസ്സിന് ലഭിച്ചിരുന്നു. പിന്നീട് ചിട്ടയായ പ്രവർത്തനത്തിലൂടെ നായർ സമുദായത്തിൻ്റെ വോട്ടുകൾ CPM പിടിച്ചെടുത്തു. ഇപ്പോൾ നായർ സമുദായത്തിൻ്റെ വോട്ടുകൾ, കോൺഗ്രസ്സിന് പോകേണ്ട നായർ സമുദായത്തിൻ്റെ വോട്ടുകൾ ഹൈജാക്ക് ചെയ്യാനാണ് ശ്രമിക്കുന്നത് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ. അത് വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം VD സതീശൻ പ്രതിപക്ഷ നേതാവായപ്പോൾ ആദ്യം പറഞ്ഞത് താൻ ഒരു സമുദായത്തിൻ്റെയും കാര്യാലയങ്ങളിൽ, ആസ്ഥാനങ്ങളിൽ കയറി ഇറങ്ങില്ല എന്നാണ്. അത് NSSന് കൊടുത്ത ഒരു കൊട്ടായിരുന്നു. രമേശ് ചെന്നിത്തലയൊക്കെ NSSൻ്റെ മുമ്പിൽ അടിമകളെ പോലെയാണ് നിൽക്കുന്നത്. NSS ജനറൽ സെക്രട്ടറിയുടെ മുമ്പിൽ അടിമയെ പോലെയാണ് നിൽക്കുന്നത് രമേശ് ചെന്നിത്തല അടക്കമുള്ള മിക്ക നേതാക്കളും. പക്ഷെ VD സതീശൻ ശക്തമായ ഒരു തീരുമാനം തന്നെ എടുത്തു. താനൊരിക്കലും NSS ആസ്ഥാനത്ത് പോകില്ല. സമുദായ നേതാക്കളുടെ കാലു പിടിച്ചുകൊണ്ടുള്ള വിജയം തനിക്ക് വേണ്ട. പ്രതിപക്ഷ നേതാവായ ഉടൻ തന്നെ ഈ ബോംബ് VD സതീശൻ പൊട്ടിച്ചപ്പോൾ അത് യഥാർത്ഥത്തിൽ കൊണ്ടത് സുകുമാരൻ നായർക്കാണ്. എന്തായാലും നാരായണ പണിക്കർക്ക് ശേഷം ഇപ്പോൾ സുകുമാരൻ നായരാണ് NSSൻ്റെ NSS ജനറൽ സെക്രട്ടറി. ഈ സാഹചര്യത്തിൽ VD സതീശനോട് സുകുമാരൻ നായർക്ക് പകയുണ്ട്. സുകുമാരൻ നായർക്ക് പാമ്പിൻ്റെ പകയാണെന്നാണ് അദ്ദേഹവുമായി അടുപ്പമുള്ളവർ പറയുന്നത്. മുമ്പ് VS അച്യുതാനന്ദൻ വീണ്ടും മുഖ്യമന്ത്രിയാകാതിരിക്കാൻ സുകുമാരൻ നായർ കളിച്ച കളിയൊക്കെ ലീക്കായി. VSനെ മുഖ്യമന്ത്രിയാക്കാതിരിക്കാൻ സുകുമാരൻ നായർ പ്രത്യേകം നായർ സമുദായ അംഗങ്ങളോട് ആവശ്യപ്പെടുന്ന വീഡിയോയാണ് ലീക്കായത്. ഒരു പ്രാദേശിക ചാനലാണ് ആ വീഡിയോ പകർത്തി മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് നൽകിയത്. അതോടെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വന്നു സുകുമാരൻ നായർക്ക്. VSനെ പോലെ ഒരു മികച്ച മുഖ്യമന്ത്രിയെ രണ്ടാമതും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാതിരിക്കാൻ, അദ്ദേഹം ഈഴവ സമുദായക്കാരനായതുകൊണ്ട് വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാതിരിക്കാൻ സുകുമാരൻ നായർ കളിച്ച കളിയൊക്കെ എല്ലാവർക്കും വ്യക്തമായി. എന്തായാലും NSS വോട്ടുകൾ BJPക്ക് ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ്.
കുറേ വോട്ടുകൾ NSSന്റെ അത് BJPക്ക് ലഭിക്കും. നാരായണ പണിക്കരുമായി ചുറ്റി നിൽക്കുന്ന സിൽബന്തികളുടെ വോട്ടുകൾ BJPക്ക് ലഭിക്കും. പക്ഷേ നായർ സമുദായത്തെ ഒന്നടങ്കം ഹൈജാക്ക് ചെയ്യാൻ BJPക്ക് കഴിയുമോ? അതാണ് ഇനി അറിയേണ്ടത്. സുകുമാരൻ നായർ പറഞ്ഞാൽ കുറേയൊക്കെ നായർ സമുദായ അംഗങ്ങൾ കേൾക്കും. പക്ഷേ UDFിലേക്ക് പോകുന്ന നായർ വോട്ടുകൾ അത് തങ്ങളുടെ പെട്ടിയിലാക്കാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിയുമോ എന്നാണ് ഇനി അറിയേണ്ടത്. രാജീവ് ചന്ദ്രശേഖറും സുകുമാരൻ നായരും തമ്മിലുള്ള ബന്ധമൊക്കെ പരസ്യമായ രഹസ്യമാണ്. രാജീവ് ചന്ദ്രശേഖർ സുകുമാരൻ നായരെ കണ്ട് ബഹുമാനിക്കുകയും സുകുമാരൻ നായരെ തോപ്പിട്ട് പതപ്പിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നു. അതൊക്കെ എല്ലാവരും അതൊക്കെ അറിഞ്ഞു. ഇനി അറിയാൻ വേറെ ആരും ബാക്കിയില്ല. പക്ഷേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സുകുമാരൻ നായരോട് നിഷേധാത്മകമായ സമീപനം തന്നെയാണ് പുലർത്തുന്നത്. രമേശ് ചെന്നിത്തലയാകട്ടെ NSSനോട് ചേർന്ന് നിൽക്കുകയാണ്. കാരണം 2026 രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു പ്രാധാന്യം വേണം. KC വേണുഗോപാൽ കേരളത്തിലേക്ക് കണ്ണും നട്ട് ഇരിപ്പുണ്ട് മുഖ്യമന്ത്രിയാകാൻ. വി ഡി സതീശൻ മുഖ്യമന്ത്രി കുപ്പായം തച്ചിട്ട് ഇരിപ്പുണ്ട്. ഇതിനിടയിൽ രമേശിന് ഫൈറ്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ സുകുമാരൻ നായരുടെ സഹായം വേണം. അതുകൊണ്ട് രമേശ് ചെന്നിത്തല സുകുമാരൻ നായരുടെ കൂടെ നിൽക്കും. പക്ഷേ വി ഡി സതീശൻ സുകുമാരൻ നായരുമായി ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ്. ആർജവത്തോടെയുള്ള ഒരു തീരുമാനമാണ് വി ഡി സതീശൻ അന്ന് എടുത്തത്. അതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. അദ്ദേഹത്തിന് ആർജവമുണ്ട്, അദ്ദേഹത്തിന് തൻ്റെ ഇടമുണ്ട്. അതുകൊണ്ട് തന്നെ NSSന്റെ ആസ്ഥാനത്ത് താൻ പോകില്ല എന്ന് പച്ചയ്ക്ക് പറഞ്ഞു കളഞ്ഞു വി ഡി സതീശൻ. ഉടൻ തന്നെ സുകുമാരൻ നായർ അതിന് മറുപടിയുമായി എത്തിയെങ്കിലും ഏറ്റില്ല. വി ഡി സതീശൻ NSS ആസ്ഥാനം വഴി ചങ്ങനാശ്ശേരി വഴി പോകുമ്പോൾ ആ പടിക്കലേക്ക് പോലും NSS ആസ്ഥാനത്തിലേക്ക് പോലും നോക്കുന്നില്ല എന്നാണ് റിപ്പോർട്ട്. എന്തായാലും ഇങ്ങനെ അപമാനിക്കപ്പെട്ട സാഹചര്യത്തിൽ NSS വോട്ടുകൾ BJPക്ക് പോട്ടെ എന്നാണ് സുകുമാരൻ നായർ വിചാരിക്കുന്നത്. സുകുമാരൻ നായരുടെ സിൽബന്തികളുടെ വോട്ടുകൾ BJPക്ക് പോകും. പക്ഷേ നായർ സമുദായത്തിൻ്റെ വോട്ടുകൾ ഒന്നടങ്കം BJPയിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. പണ്ടത്തെ പോലെയല്ല. പണ്ട് ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത്: കൂട്ടം തെറ്റിയ നായരും തൊപ്പി വയ്ക്കാത്ത മുസ്ലിമും പള്ളിയിൽ പോകാത്ത ക്രിസ്ത്യാനിയും കമ്മ്യൂണിസ്റ്റ്, ജനിച്ച ചോവൻ കമ്മ്യൂണിസ്റ്റ്. ഇങ്ങനെയായിരുന്നു ആ മുദ്രാവാക്യം. ഇപ്പോൾ അതൊക്കെ മാറി. നായർ സമുദായത്തിൻ്റെ ഇടയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് CPMന് നല്ല സ്വാധീനമുണ്ട്. ആ സ്വാധീനം അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിക്കുകയും ചെയ്തു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈഴവ സമുദായത്തിൻ്റെയും നായർ സമുദായത്തിൻ്റെയും വോട്ടുകൾ CPMനെ അനുഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ CPMനെ സംബന്ധിച്ചിടത്തോളം നായർ സമുദായവുമായി ഇപ്പോൾ അകൽച്ചയിലല്ല, നല്ല ബന്ധമാണ്. രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ നോക്കുന്നത് UDFിലേക്ക് പോകേണ്ട നായർ വോട്ടുകൾ BJPയിലേക്ക് കൊണ്ടുവരാനാണ്. അതിനുള്ള തന്ത്രങ്ങൾ നായർ സമുദായ അംഗങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ, അതിനുള്ള പ്രധാന തന്ത്രമായി നായർ സമുദായ അംഗങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ BJP പ്രവർത്തകരോട് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു കഴിഞ്ഞു. സുകുമാരൻ നായരുടെ ആശീർവാദവും കൂടിയാകുമ്പോൾ കുറേ നായർ വോട്ടുകൾ പെട്ടിയിൽ വീഴും എന്ന വിശ്വാസത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ.